കൊച്ചി കോർപ്പറേഷന്റെ മാലിന്യ വണ്ടികൾ തടഞ്ഞ് നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. നാട്ടുകാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, പ്രതിഷേധം ശക്തമായി തുടരുകയാണോ? എന്താണ് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? വേണു, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കാക്കനാട് സെൻട്രൽ ജംഗ്ഷനിൽ നടന്നത്. കളക്ടറേറ്റിന് സമീപമുള്ള സിഗ്നലിലാണ് ഈ നാട്ടുകാർ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് പോയത്. ഏറെ നേരം ഇപ്പോഴും ഈ ഒരു ഭാഗം പൂർണ്ണമായും ബ്ലോക്കായി കിടക്കുകയാണ്. വാഹനങ്ങൾ കടന്നുപോകാൻ സാധിക്കാത്ത തരത്തിൽ ലോറികൾ തടഞ്ഞിട്ടിരിക്കുകയാണ്. അതിനെ തുടർന്നാണ് ഈ പോലീസ് ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. കൌൺസിലർമാരടക്കമുള്ളവരുണ്ടായിരുന്നു. ഇവർക്കൊപ്പം എത്തിയ പുരുഷന്മാരായ പ്രതിഷേധക്കാരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് നീക്കി. പക്ഷേ ഇവരെ കൊണ്ടുപോകാൻ പോലീസ് വാഹനമില്ല എന്നുള്ളതാണ് നിലവിലെ പ്രശ്നം. അത് വരുന്നതുവരെ ഇവരെ ഇവിടെ തുടരും. അതിനുശേഷം പോലീസ് വാഹനം എത്തിച്ചതിന് ശേഷമായിരിക്കും ഇവരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുക. എന്തായാലും നിലവിൽ ഇവർ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. ഇവർ ഈ തൃക്കാക്കരയിലെ കൌൺസിലർമാർ ഉൾപ്പെടെ, തൃക്കാക്കര നഗരസഭയിലെ കൌൺസിലർമാർ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഇവരെ എന്തായാലും ഇപ്പോൾ പൂർണ്ണമായും പ്രതിഷേധിച്ചവരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. എന്തായാലും ഫയർഫോഴ്സ് ഈ വിഷയത്തിലൊരു ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൽ പക്ഷേ കോർപ്പറേഷൻ അധികൃതർ ഇവിടെ എത്താതെ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ നിലപാട്. പക്ഷേ അതിന് കാത്തുനിൽക്കാതെ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാനായാണ് ഇവരെ പൂർണ്ണമായും ഇപ്പോൾ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. എന്തായാലും ഇവരെ കൊണ്ടുപോകാനുള്ള വാഹനം എത്തിയിട്ടുണ്ട്. ഈ വനിതാ പ്രവർത്തകരെ കൂടി അല്പസമയത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്ത് നിൽക്കും. അതിനുശേഷം ഈ വാഹനങ്ങൾ ഇവിടെ നീക്കുകയായിരിക്കും ചെയ്യുക. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ വാഹനങ്ങൾ നീക്കാനാവാത്ത ഒരു അവസ്ഥയാണുള്ളത്. കാരണം ഇതിൽ നിന്ന് ഇപ്പോഴും ഈ മാലിന്യ വെള്ളം ഇങ്ങനെ റോഡിലേക്ക് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ ഇവിടെ നിന്ന് മാറ്റിയാൽ പോകുന്ന വഴിയെല്ലാം ഈ വെള്ളം ഉണ്ടാകും. അത് ഇരുചക്ര വാഹനക്കാർക്ക് വലിയ ഭീഷണിയാകും. അവർ വീണ്ടും തെന്നി വീഴുന്നതിലേക്കും വലിയ അപകടങ്ങളിലേക്കും ഒക്കെ കാര്യങ്ങൾ നീങ്ങും. അതുകൊണ്ട് ഈ വെള്ളം പൂർണ്ണമായും, ഈ മാലിന്യ ജലം പൂർണ്ണമായും ഒഴുകി പോയതിനു ശേഷമായിരിക്കും വാഹനങ്ങൾ നീങ്ങുക. എന്തായാലും ഈ കാക്കനാട് സെൻട്രൽ ടൗണിൽ അസഹ്യമായ ദുർഗന്ധമാണ് ഇപ്പോൾ ഉള്ളത്. വേണു, കൊച്ചി കോർപ്പറേഷന്റെ മാലിന്യ വണ്ടികൾ തടഞ്ഞ കൌൺസിലർമാർ അടക്കമുള്ള പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകി.